വലിയ സ്ത്രീജന നിരയോട് എപ്പോഴെങ്കിലും ജോഷ് ചാച്ചൻ താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? അങ്ങനെ എല്ലാ ദിവസവും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അമ്മയ്ക്ക് ഇന്ന് 86 വയസ്സുണ്ട്. ഞാൻ ഓർക്കുമ്പോൾ ഈ ഭൂമിയിൽ ഇത്രയും ഭാഗ്യപ്പെട്ട വേറൊരു അമ്മയില്ല. തീർച്ചയായിട്ടും അവിടെ എനിക്ക് ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു നല്ല പുരുഷനാകാൻ കുറച്ചുകൂടി എനിക്ക് കഴിയുമായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. നമസ്കാരം. നമ്മള് കഴിഞ്ഞ ദിവസം പ്രിൻസ് അഗസ്റ്റിനുമായിട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ടോക്ക് ഷോന്റെ സെക്കൻഡ് ഭാഗമായിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് സീരീസ് ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തില് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ ജോഷി മാത്യു ഓടക്കലാണ്. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഓൾ ഇൻ ഓൾ എന്ന് പറയാം, അപ്പനായും സഹോദരനായും അതുപോലെ തന്നെ കൂട്ടുകാരനായും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് കരുതലും സ്നേഹവും എല്ലാം കൊടുത്ത് നമ്മുടെ കുഞ്ഞു മക്കൾ തുടങ്ങി അമ്മമാർ വരെയുള്ളവരെ പരിപാലിച്ചു പോരുന്ന ശ്രീ ജോഷി മാത്യു ഓടക്കലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വിശേഷങ്ങളും അറിയാം. നമസ്കാരം ജോഷി സർ, ഞങ്ങളുടെ ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. അപ്പോ സാറിനെ സംബന്ധിച്ച് സാറിന്റെ മേഖല എന്ന് പറയുന്നത് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. അതിൽ ആ പേരിൽ തന്നെ നമുക്കറിയാം അമ്മമാരെയും കുട്ടികളെയും പരിപാലിച്ചു പോരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതിനെ കുറിച്ച് കൂടുതൽ ഒന്ന് വിശദീകരിക്കാമോ? നമുക്ക് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ ഒരു NGO ആണ്, രജിസ്റ്റേർഡ് ഇൻ ദ ഗവൺമെന്റ്. കഴിഞ്ഞ 26 വർഷമായിട്ട് നിരാലംബരായിട്ടുള്ള അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആശ്രയമായിട്ട് നമ്മുടെ 4 ഹോമുകളുണ്ട്. പ്രശാന്തിയില് അമ്മമാരാണ് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ. അക്ഷയ ഗേൾസ് ഹോമിൽ നമുക്ക് 6 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികളാണ്. ആദർശ് ബോയ്സ് ഹോമിൽ നമുക്ക് 6 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള ആൺകുട്ടികളാണ്. ശ്രേയസ് ഫൗണ്ട്ലി ഹോമിൽ കുഞ്ഞുവാവുകൾ 6 വയസ്സിന് താഴേക്കുള്ള കുഞ്ഞുവാവുകൾ. ഇപ്പോൾ ജനിക്കുന്ന മക്കൾ മുതൽ 6 വയസ്സ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പോൾ ഇതാണ് നമ്മൾ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ ഇപ്പോൾ നടക്കുന്ന സേവനങ്ങൾ. പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ ജീവന്റെ ഭാഗമാണ്. കഴിഞ്ഞ 26 വർഷം ആദ്യകാലത്ത് ദിവ്യരക്ഷാലയത്തിൽ 2010 വരെ മനോരോഗികളുടെ കൂടെയായിരുന്നു. അതിനുശേഷം ടോമിയും ബിന്ദുവും ദിവ്യരക്ഷാലയത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഞാനും സ്നേഹയും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ ഉത്തരവാദിത്തങ്ങളാണ് കൂടുതൽ സമയം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ അവിടെ 196 കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മൂത്ത മോന് ഇപ്പോൾ 26 വയസ്സായി. അവനിപ്പോൾ MCOM കഴിഞ്ഞിട്ട് MEd പഠിക്കുക. അതിന് താഴേക്ക് 63 പേരുണ്ട് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നത്. ഏതാണ്ട് അത്രയും തന്നെ കുഞ്ഞുങ്ങൾ അക്ഷയ ഗേൾസ് ഹോമിലുണ്ട്. ആദർശ് ബോയ്സ് ഹോമിൽ നമുക്ക് 44 ആൺകുട്ടികളുണ്ട്. കുഞ്ഞുവാവുകൾ 6 വയസ്സിന് താഴെ 23 പേരുണ്ട്. ഈ 63 പേര് ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവരിൽ 37 പേര് നഴ്സിംഗ് മാത്രമുണ്ട്. 12 പേര് എന്താ പറയുക ഈ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നു. 2 പേര് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉണ്ട്. 8 പേര് ജർമ്മൻ ഭാഷ പഠിക്കുന്നുണ്ടായിരുന്നു. അതിൽ 4 പേര് ദൈവകൃപയാൽ ഒരു 6 മാസത്തിനുള്ളിൽ 4 പേര് ജർമ്മനിക്ക് പോയി. ഇനിയിപ്പോൾ 4 കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അവരും ഉടനെ താമസിയാതെ പോകും. പിന്നെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ഏറ്റവും മൂത്ത മോൻ പറഞ്ഞ ബിബിൻ ഒരു 6-7 വയസ്സുള്ളപ്പോൾ നമ്മുടെ അടുത്ത് വന്ന മോനാണ്. ഇപ്പോൾ അവൻ MCOM കഴിഞ്ഞിട്ട് MEd പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശങ്കർ LLB ഉണ്ട്. ഏതു BCA ലോജിസ്റ്റിക്സ് ഉണ്ട്. വേറൊരു മോന് കമ്പ്യൂട്ടർ സയൻസ് എന്താ പറയുക പോളിടെക്നിക്. അങ്ങനെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ആൽബിച്ചിനും ഗോഡ്വിനും നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ അന്തർലീനമായിട്ട് എന്ത് കഴിവാണുള്ളത് അക്കാഡമിക്കലി ആണെങ്കിൽ ആ വഴിക്ക് കയറ്റിവിടും. മ്യൂസിക്കലി ടാലന്റഡ് ആണെങ്കിൽ ആ വഴിക്ക് വിടും. പിന്നെ ഇതുപോലെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ആ വഴിക്ക് വിടും. ഓരോരുത്തരുടെയും പ്രാപ്തി അനുസരിച്ച് നമ്മൾ അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. ഈ ഒരു സംരംഭത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ മേഖലയിലാണ്, ഈ ഒരു സേവന മേഖലയിലാണ് ഞാനിപ്പോൾ ആയിരിക്കും. അപ്പൊ ജോഷി സാർ, ഇങ്ങനെ ഒരു സേവന മേഖലയിലായിരിക്കുമ്പോൾ ഇപ്പൊ നഴ്സിംഗ് കൂടുതൽ പഠിക്കുന്നത് നമ്മളുടെ പെൺമക്കളാണ്. അപ്പോ അവര് നമ്മള് കേരളത്തിലാണോ അവര് പഠിക്കുന്നത് അതോ പുറത്താണോ പഠിക്കുന്നത്? എല്ലായിടത്തും. ഇപ്പൊ കേരളത്തിൽ നമുക്ക് തൊടുപുഴ തന്നെ കോപ്പറേറ്റീവ് കോളേജിൽ 4 കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. മുതലക്കുളത്തൊരു കുഞ്ഞുണ്ടായിരുന്നു, ഇപ്പൊ പഠിത്തം കഴിഞ്ഞു ഹോളി ഫാമിലിയിൽ. പിന്നെ മൂവാറ്റൂർ നിർമ്മലയിൽ ഒരു കൊച്ചു പഠിക്കുന്നുണ്ട് GNM. പിന്നെ ഒരു കൊച്ചു BSc നഴ്സിംഗ് മേരിക്കുന്നിൽ സിസ്റ്റേഴ്സിന്റെ നഴ്സിംഗ് സ്കൂളിലുണ്ട്.
പിന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ ഒരു കൊച്ച് ആന്ധ്രയിലുണ്ട്, ബാക്കിയുള്ളവർ മുഴുവൻ ബാംഗ്ലൂരും ഹസനിലുമായിട്ടാണ് പഠിക്കുന്നത്, പല കോളേജുകളും. അങ്ങനെയാണ് 37. അതിൽ പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്. കാരണം ഇപ്പൊ നേഴ്സിംഗ് മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പോ പെൺകുട്ടികൾ പ്രിഡോമിനന്റ്ലി പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾ ഇപ്പൊ ധാരാളം പേര് നേഴ്സിംഗ് മേഖലയിലേക്ക് പോകുന്നു. നമ്മളുടെ ഈ ഒരു മദർ ആൻഡ് ചൈൽഡ് ഇപ്പൊ 26 വർഷമായിന്ന് ജോർജ് സാർ പറഞ്ഞു. അപ്പൊ ആ ഒരു നിലയിൽ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളെക്കാളും മുൻപ് കുറെ കുഞ്ഞുങ്ങൾ നമ്മള് ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്, ജോലി മേഖലകളിലുണ്ട്. അപ്പോ പ്രത്യേകമായി പെൺകുഞ്ഞുങ്ങളെ പറയുകയാണെങ്കിൽ ജോർജ് സാറ് ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഉള്ള ഒരു മേഖലയാണ്. മറ്റെല്ലാ ഓർഗനൈസേഷനേക്കാളും റിസ്കില് എനിക്ക് തോന്നുന്നു ഈ ഒരു ഓർഗനൈസേഷൻ CWCയുമായിട്ട് കണക്റ്റഡ് കൂടിയാണ്. തീർച്ചയായിട്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റേർഡ് ആണ് നമ്മുടെ ഹോമുകളെല്ലാം. അപ്പൊ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. എന്താ, ദർ ഈസ് എ ഹ്യൂജ് റിസ്ക്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് റിസ്ക് എടുക്കുമ്പോഴും ദർ ഈസ് ലവ് ബിഹൈൻഡ് ഇറ്റ്. ഈ സ്നേഹമില്ലാതെ നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ CWC ഓരോ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുമ്പോൾ കൈ കിട്ടുന്ന ഓരോ ബോംബാണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. കാരണം അത്രമാത്രം കാലുഷ്യപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും പറയുന്നത്. ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ 4 പോക്സോ കേസുകൾ വന്നു. പിള്ളേരുടെ പഠിത്തമൊക്കെ മുടങ്ങി. +1 പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ ഈ ലോകത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ദേ ആർ ഈസിലി പ്രോൺ ടു ഓൾ ദ വൈസസ് ഓഫ് ദ വേൾഡ്. പ്രത്യേകിച്ച് എന്നാന്ന് വെച്ചാൽ മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട് ഇപ്പൊ ഈ നന്മയ്ക്ക് തോന്നുന്ന ഈ സാധനം എന്തുമാത്രം തിന്മയുണ്ടാകാം അത് മുഴുവൻ ഉണ്ടാകാം. പിള്ളേർ ഇൻസ്റ്റാഗ്രാമിലാണ് കയറി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിനുള്ള എല്ലാ ബന്ധങ്ങളും കൂടി വരികയാണ്. ഇതിന് ആവശ്യമുള്ളത് ഏതാണ് ആവശ്യമില്ലാത്തതെന്ന് അവർക്ക് വിവേചിച്ചറിയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ടീനേജറായി കഴിയുമ്പോൾ അവരുടെ വിവേകത്തേക്കാൾ ഉപരി അവരുടെ വികാരങ്ങളാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക. അപ്പൊ ഈ വികാരത്തിന് പുറകെ പോയി വിവേകം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്ന വീഴ്ച എന്ന് പറഞ്ഞാൽ ഭീകരമായ വീഴ്ചയാണ്. അവിടെ നിന്ന് ഇതുങ്ങളെ ഒന്ന് കരകയറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് there is a risk, but we do it with so much love. അപ്പോ അതിനകത്തൊരു സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ഭയങ്കരമായ സംതൃപ്തി. അതിനേക്കാളേറെ എനിക്ക് തോന്നുന്നു ആ പെൺമക്കൾക്ക് സ്വന്തം ഒരു അപ്പന്റെ അടുത്ത് തിരിച്ചെത്തുന്ന ഒരു ഫീലിംഗ് ആണ് എല്ലാ സമയം തോന്നുന്നതെന്ന് തോന്നുന്നു. ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ ഈ 26 വർഷത്തിനുള്ളിൽ 2000-ലധികം കുഞ്ഞുങ്ങൾ വന്നുപോയി. ഏതാണ്ട് 1000-ഓളം അമ്മമാർ ആശ്രയം തേടി വന്നു. ഇപ്പോൾ അവിടെ 23 ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ ഉണ്ട്, 196 കുഞ്ഞുങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ദി യങ്സ്റ്റേഴ്സ്. ഭയങ്കര അഭിമാനം. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ മക്കൾ എത്തിപ്പെട്ടു. ഇപ്പൊ ഞാൻ എണ്ണി നോക്കിയിട്ട് ജർമ്മനിയിൽ തന്നെ 9 പിള്ളേരുണ്ട്. എല്ലാവരെയും ഞാനായിട്ട് വിട്ടതല്ല, ഇവിടെ പഠിച്ച് മിടുക്കരായി അവരുടെ തന്നെ ഇനിഷ്യേറ്റീവിൽ ജർമ്മനി പോയ പിള്ളേരുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഇവിടെ 4 പേരുണ്ട്. ഇനിയിപ്പോൾ 4 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലണ്ടിലെ എണ്ണി നോക്കിയാൽ 10-ലധികം പിള്ളേരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-30 പിള്ളേർ എന്തായാലും ഉറപ്പായിട്ടുമുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പോൾ എന്നെ സംബന്ധിച്ച് തിരിച്ചു നോക്കുമ്പോൾ എന്താ എനിക്കുണ്ടായതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഭയങ്കര സംതൃപ്തിയാണ്. നഷ്ടപ്പെട്ടു പോകാമായിരുന്നൊരു ജീവിതം അതിനെ തിരിച്ചു പിടിച്ച് അവരെ സ്വയം പര്യാപ്തരാക്കി, എന്താ പറയുക, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നല്ല ഡിഗ്നിറ്റിയുള്ള നല്ല കുഞ്ഞുങ്ങളാക്കി മാറ്റാൻ സാധിച്ചു എന്നുള്ളൊരു ഭയങ്കര സംതൃപ്തിയുണ്ടായി. ഈ ഒരു നന്മ, ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് പലർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവരുണ്ട് ഈ ലോകത്ത്. അപ്പോ ജോഷി സാർ ഒത്തിരി സന്തോഷം ഇത് കേട്ടതില്. പിന്നെ നമ്മുടെ വനിതാ ദിനത്തോടനുബന്ധിച്ചാകുമ്പോ എനിക്കൊരു ചോദ്യം ജോഷി സാറിനോട് ചോദിക്കാനുണ്ട്. ഇത്രയേറെ അമ്മമാരെ പരിചയപ്പെട്ടു, ഇത്രയേറെ പെൺകുഞ്ഞുങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു, ഏറ്റവും ചെറുത് മുതൽ ചിലപ്പോ ഏജ് 0 തുടങ്ങിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഈ പെൺ സമൂഹത്തില് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ നിന്നും ഇൻവൈബ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ടാവുമല്ലോ ജോഷി സാറിന് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനായിട്ട്, അതെന്തായിരിക്കും? ഞാനേ റീമ, ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്നോട് റീമ ചോദിച്ചു ഇത്രയും കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ വന്നുപോയി. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് തമ്പുരാൻ എൻ്റെ വൈഫിലെ സ്നേഹ, ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹത്തിലുണ്ടായ 3 കുഞ്ഞുങ്ങളാണ്. പക്ഷെ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ 3 കുഞ്ഞുങ്ങള് അവരോടൊപ്പം ജീവിക്കുകയും വളരുകയും ചെയ്യുന്നു. ഞാനൊരു ഡിഫറൻസ് അവിടെ കാണാറുമില്ല.
അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ എന്നോട് പലപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കും. എനിക്ക് 3 പിള്ളേരേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ ഉത്തരവാദിത്തം ഞാൻ നോക്കിയാൽ മതി. പക്ഷെ ഞാനിപ്പോ തമ്പുരാൻ എന്നെ ഭരമേൽപ്പിച്ച ഈ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം, അതിന്റെ ഭയങ്കര സന്തോഷം. യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പോലെ സമൂഹത്തോട് എന്താണ് ഉള്ള മെസ്സേജ് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചെയ്യുന്നത് പോലെ ലോകത്ത് എന്നെ പോലെ കുറെ ആളുകളുണ്ടെങ്കിൽ എന്തുമാത്രം നന്മകൾ, എന്തുമാത്രം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രമല്ല, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി വി ക്യാൻ ഡു മച്ച് മോർ. അപ്പോ ആ ഒരു ഹൃദയം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഒരു പ്രാർത്ഥന ആഗ്രഹം മാത്രമേ എന്റെ ഹൃദയത്തിലുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പോ റീമ ചോദിച്ചപ്പോ വാട്ട് ഈസ് ദി ഇഫക്റ്റ് ഓഫ് ദിസ്, ആ ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ അടുത്ത കാലത്തുണ്ടായ എന്റെ ഹൃദയത്തെ അത്രമാത്രം അലിയിച്ച് കളഞ്ഞൊരു ദുഃഖകരമായ ഒരു അനുഭവമാണ്. ഒരു പെൺകുട്ടി വന്ന് പ്രസവിച്ചു, ഹോസ്പിറ്റലിൽ പ്രസവിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ കൊച്ചിനെ റിലിംഗ്വിഷ് ചെയ്തു. മുദ്ര പേപ്പറിൽ കൊച്ചിനെ ഉപേക്ഷിക്കുന്നു എന്ന് എഴുതി കൊടുത്തു. കുഞ്ഞിനെ ആയിട്ട് നമ്മുടെ ഹോമിൽ, ശ്രേയസ് ഫാമിലി ഹോമിൽ വന്നു. അപ്പൊ ഈ അമ്മയുടെ മുഖത്തെ ദൈന്യത, കുഞ്ഞിനെ ഇട്ടേച്ച് പോകുന്നതിന്റെ ഒരു ഭയങ്കരമായ സംഘർഷം. അപ്പോ അവസാനമായിട്ട് ഈ പെൺകുട്ടി, സ്നേഹയുണ്ട് അവിടെ, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ അവരോട് പറഞ്ഞു, ഒന്നുകൂടെ കുഞ്ഞിന് മുലയൂട്ടണമെന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ ഇതൊരു വികാര വിക്ഷോഭം ഉണ്ടാകുന്നൊരു നിമിഷമാണ്. പ്രസവിച്ച സ്വന്തം കുഞ്ഞിന് അവസാനം മുലയൂട്ടിയിട്ട് അമ്മ പോവാ. അപ്പൊ ഞാന് അവിടെ ഉണ്ട്, ഞാനിതെല്ലാം കാണുക. ഞാൻ ഡയറക്ട്ലി ഞാൻ ഇതിനകത്തൊന്നും ഇൻവോൾവ് അല്ല, പക്ഷെ ഇതെല്ലാം ഞാൻ കാണുകയാണ്. സ്നേഹയുണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അവർ ഓഫീസിലേക്ക് കയറ്റി കൊണ്ടുപോയി ഓഫീസ് റൂം തുറന്നു കൊടുത്തു. കുഞ്ഞിന് അമ്മ മുലയൂട്ടി. കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിട്ട് പോകുന്ന ആ അമ്മയുടെ ആത്മസംഘർഷം, ജീവിത സാഹചര്യമാണ് അവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ആത്മന ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള താല്പര്യമോ ഇഷ്ടമോ അല്ല അമ്മയ്ക്ക്. പക്ഷെ സാഹചര്യം ജീവിതത്തെ ഇങ്ങനെ ആക്കിയെടുക്കുക. മൈ റെസ്പോൺസ് ടു ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്. ഇനി സത്യം എന്ന് പറയുന്നതാണ്, ഈ കുഞ്ഞ് ജീവിച്ചു മരിക്കുവോളം ആ കുഞ്ഞിന്റെ അമ്മയാരെന്ന് അറിയാൻ പോകുന്നില്ല. ഈ അമ്മയെ സംബന്ധിച്ച് ഉപേക്ഷിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ ആത്മസംഘർഷത്തോടെ അവസാനം മുലയൂട്ടിട്ട് നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോകുന്ന അമ്മയുടെ ദൈന്യത ഈ ഭൂമിയിൽ നമുക്ക് എന്ത് പകരം വെച്ച് മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വാട്ട് ഈസ് അവർ റെസ്പോൺസ് ടു ദിസ് സിറ്റുവേഷൻ? ഇങ്ങനെയുള്ള ഒത്തിരി സിറ്റുവേഷൻസ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്. ഹൗ ഡു വി റിയാക്ട് ടു ഇറ്റ്? പിന്നെ റീമേനോട് ചോദിച്ച ചോദ്യം, ഈ ഒരു മേഖലയില് വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് നിങ്ങളിപ്പോ ഞങ്ങൾ പുരുഷന്മാരെ ഇന്റർവ്യൂ ചെയ്യണത്. യുനോ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഈസ് ഓൾവേസ് എ വുമൻ. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ പെട്ടെന്ന് ചിന്തിക്കുമ്പോ എന്റെ മനസ്സിൽ കടന്നുകൊണ്ട് 4 സ്ത്രീകളാണ്. 4 എന്റെ രക്തത്തിന്റെ ഭാഗമാണ്. എനിക്ക് ജന്മം തന്ന അമ്മ. ആ അമ്മയ്ക്ക് ഇന്ന് 86 വയസ്സുണ്ട്. ഞാൻ ഓർക്കുമ്പോ ഈ ഭൂമിയിൽ ഇത്രയും ഭാഗ്യപ്പെട്ട വേറൊരു അമ്മയില്ല. കാരണം അമ്മയുടെ 10 മക്കളില് ഏതാണ്ട് 6 പേരും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വി ആർ ഇൻവോൾവ് ഇൻ ദിസ് മിനിസ്ട്രി. ടോമിയും ബിന്ദുവും ജയ്മോളും മുഴുവൻ സമയവും ദിവ്യരക്ഷാലയത്തിലുണ്ട്. ഞാനും സ്നേഹയും മുഴുവൻ സമയവും മദറാഞ്ചേൽ ഫൗണ്ടേഷനിലുണ്ട്. ഓഫ് കോഴ്സ് അനീഷും മരിയും അവർക്കാവുന്ന രീതിയിൽ ഞങ്ങളോട് സഹകരിക്കുന്നു. ഫാദർ ബെന്നി സഭയിൽ നിന്ന് സമ്മതിച്ചതുകൊണ്ട് അച്ഛനും കൂടെ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ദിവ്യ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫൗണ്ടേഷൻ ആരംഭിച്ച് 200ഓളം വീടുകളിൽ നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നു. പിന്നെ മദറാഞ്ചേൽ ഫൗണ്ടേഷനിലെയും പ്രത്യാശ ഭവനിലെയും ദിവ്യരക്ഷാലയത്തിലെയും ഈ നിരാലംബപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റീഹാബിലിറ്റേഷന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഫാദർ ബെന്നിയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ ഈ അമ്മ സ്ത്രീത്വത്തിന്റെ പൂർണ്ണത അനുഭവിക്കുക. അമ്മച്ചി എത്രമാത്രം ഭാഗ്യവതിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. ഇന്നിപ്പോ 86 വയസ്സില് ഈ നിറഞ്ഞ സന്തോഷം, ഇത്രമാത്രം ആനന്ദം, ഇത്രമാത്രം സംതൃപ്തി, മക്കള് ലോകത്തിന് വേണ്ടി നന്മ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ആത്മസംതൃപ്തിയാണ് അമ്മച്ചിക്കുള്ളത്. ഇപ്പൊ കുഞ്ഞുനാൾ മുതലുള്ള ചാച്ചനോടും അമ്മച്ചിയോടുമുള്ള ഞങ്ങളുടെ ഒരു അഫിനിറ്റി അൺബിലീവബിൾ ആണ്.
കാരണം ഞങ്ങൾ 10 മക്കളെയും ഈ ഭൂമിയിൽ ഏറ്റവും നല്ല അപ്പനും അമ്മയും എങ്ങനെ വളർത്തു അങ്ങനെ വളർത്തി. ഭൂമിയിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ എന്തെല്ലാം മൂല്യങ്ങൾ ഞങ്ങൾ ഇംബൈബ് ചെയ്യണമോ അതെല്ലാം ഞങ്ങൾക്ക് തന്നു. അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നിപ്പോ ഞങ്ങള് മക്കള് സഹാനുഭൂതിയോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ വരുന്ന എത്ര നിസ്സഹായപ്പെട്ട മനുഷ്യരോട് ഞങ്ങൾ എങ്ങനെ പെരുമാറുന്നു, അതിൻ്റെയൊക്കെ അടിസ്ഥാനം എൻ്റെ അമ്മയും അപ്പനും, പ്രത്യേകിച്ച് അപ്പൻ്റെ അമ്മ, വല്യമ്മ. അമ്മേനെ ഞാൻ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അമ്മയൊക്കെ കാണിച്ചു തന്ന മാതൃക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. എൻ്റെ വല്യമ്മ, ചാച്ചൻ്റെ അമ്മയുടെ 80കൾ ഞാനിപ്പോഴും ഓർക്കാണ്. വാതിൽപ്പടിയിൽ 2 കലത്തിൽ, ഒരു കലത്തിൽ പുഴുക്കും ഒരു കലത്തിൽ കഞ്ഞിയും ഉണ്ടാക്കി ഞെറിയെല്ലാം മടക്കി കുത്തി വാതിൽപ്പടിയിൽ ഇരുന്നിട്ട് വീട്ടിൽ വരുന്ന സകല അമ്മമാർക്കും കൈക്കുഞ്ഞുങ്ങൾക്കും ഒരു തവി പുഴുക്കും ഒരു തവി കഞ്ഞിയും കൊടുക്കുന്ന വല്യമ്മയെ ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് നമുക്ക് നെല്ലും ചക്കയും കപ്പയൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അമ്മ അങ്ങനെ ചെയ്യുമായിരുന്നു. ചാച്ചൻ അത് നന്നായിട്ട് ഫോളോ ചെയ്തു. ഞാനിപ്പോൾ ചാച്ചനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാത്തതെന്ന് വെച്ചാൽ ഇത് വനിതാ ദിനമായതുകൊണ്ടും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണോണ്ടും അമ്മച്ചി, ഞങ്ങൾ 10 മക്കള് ഇപ്പൊ വീട്ടിൽ ആ സമയത്തൊക്കെ ധാരാളം ധർമ്മക്കാർ വരും ഞങ്ങളുടെ കുഞ്ഞുനാളിൽ. ഇപ്പൊ നമുക്ക് നെല്ലും കപ്പയും ചേനയും എല്ലാം ഉണ്ട്. അന്ന് പൈസയൊന്നും അല്ല ആളുകൾ ചോദിക്കണത്, എന്തെങ്കിലും വീട്ടിലുള്ളത് പാകം കൊടുക്കുകയാണ്. അപ്പൊ ചിലർ വരുമ്പോൾ ചിലപ്പോൾ അരി ആയിരിക്കും കൊടുക്കണം, ചിലർക്ക് നെല്ലായിരിക്കും കൊടുക്കണം, ചിലപ്പോൾ 10 പൈസയോ 20 പൈസയോ അന്നുള്ളത് എന്നാന്ന് അത് തരും. അത് അപ്പൊ അമ്മച്ചിയുടെ ആ ഒരു ഫോർമേഷൻ, ഇപ്പൊ ഒരാൾ വന്നു അദ്ദേഹത്തിന് ഞാനാ കൊടുത്തെങ്കിൽ അടുത്ത ആൾ വരുമ്പോൾ കൊടുക്കുന്നത് എൻ്റെ അനിയൻ ടോമിയാണ്. പിന്നത്തെ ആൾ വരുമ്പോൾ കൊടുക്കേണ്ടത് പിന്നത്തെ അനിയൻ ബെന്നി അച്ഛനാണ്. ഇപ്പൊ അച്ഛനാണല്ലോ, ബെന്നി അച്ഛനാണ്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടേൺ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ശീലിച്ചതാണ് ഇന്നിപ്പോ മക്കൾ അനുവർത്തിക്കുന്നത്. അപ്പൊ വനിതാ ദിനത്തിൽ ഇങ്ങനെയുള്ള അമ്മമാർ ഈ ഭൂമിയിൽ ഉണ്ടെന്നും ഈ അമ്മമാരൊക്കെ ഭൂമിയിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഭൂമി ഇപ്പോഴും ഇത്രയും നല്ലതായിട്ടും സന്തോഷമുള്ളതായിട്ടും സ്നേഹാർദ്രമായിട്ടും മുമ്പോട്ട് പോകുന്നത് എനിക്ക് പറയാനുണ്ട്. അമ്മച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു യുഗം മുഴുവൻ പറയാനുണ്ട്. നമ്മുടെ സമയം അതിന് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കമാണ് അമ്മച്ചിയുടെ കാര്യം. രണ്ടാമത്തത് എൻ്റെ ബിന്ദുമ്മയാണ്. ബിന്ദുമ്മ എൻ്റെ സ്വന്തം പെങ്ങളാണ്. ബിന്ദുവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. 96 ബാംഗ്ലൂർ നേഴ്സിംഗ് പഠനം കഴിഞ്ഞു. മർദാസിലെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞു. ഗൾഫിൽ മിനിസ്ട്രിയുടെ ജോലി കിട്ടി. ആ ജോലി വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ 2 ചേട്ടന്മാരുടെ കൂടെ, അന്ന് ദിവ്യരക്ഷാലയമുണ്ട്, ഞങ്ങൾ 2 ചേട്ടന്മാരുടെ കൂടെ 3 മാസത്തെ സേവനത്തിന് ഞങ്ങളുടെ കൂടെ നിന്നതാണ്. ഇപ്പൊ വർഷം 30 ആയിട്ടും പിന്നെ ബിന്ദു അങ്ങ് പോയിട്ടില്ല. ഇപ്പൊ ബിന്ദുവിന്റെ കൈകളിലൂടെ നിത്യവും കടന്നു പോകും. അതായത് 320 മനോരോഗികളായിട്ടുള്ള മക്കൾ ഇപ്പൊ ദിവ്യരക്ഷാലയത്തിലുണ്ട്. ഏതാണ്ട് 100ഓളം പേര് ബെഡ്ഡൻ ആണ്. ചിലരൊക്കെ നടക്കും, ബട്ട് മോസ്റ്റ് ദം ആർ ബെഡ്ഡൻ. രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു 10-30 പേരെങ്കിലും ഉണ്ട് അപ്പിയിട്ട് മൂത്രമൊഴിച്ച് കിടക്കുന്നത്. 30 വർഷമായിട്ട് റിലൻറ്റ്ലെസ് സർവീസ്. അപ്പൊ ഞാൻ എപ്പോഴും ബിന്ദുവിൽ കാണുന്നത് ലിറ്റിൽ മദർ തെരേസ. ലോകത്ത് ആരും അറിയണില്ല ഇതൊന്നും. പക്ഷെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുന്ന മനുഷ്യ സേവനം, അത് സാധാരണ ഒരു മനുഷ്യ സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ 10 മടങ്ങാണ് ബിന്ദു ചെയ്യുന്നത്. ആൻഡ് ഐ നോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹർ ഡീപ് ഫെയ്ത്ത് ഇൻ ദ ലവ് ഓഫ് ജീസസ്. ആ ഒരു സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ബിന്ദു ആണെങ്കിലും ടോമി ആണെങ്കിലും ഞങ്ങൾ ഓരോരുത്തരും ഇത് ആരെന്ത് പ്രതിഫലം തരുമെന്ന് ഓർത്തോണ്ടല്ല ഇതൊന്നും ചെയ്യണം. നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാല് എല്ലാം കിട്ടും. എന്താ പറയാ, നല്ല പ്രോത്സാഹനങ്ങൾ കിട്ടും, നേരെ മറിച്ച് ചെളി വാരി എറിയലും കിട്ടും. ഇത് രണ്ടും തമ്മിൽ ഇപ്പൊ നമുക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ബിക്കോസ് വി നോ വാട്ട് വി ആർ ഡൂയിങ്. അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇന്നത് കിട്ടുന്ന ഒരു കുഴപ്പമില്ല. എന്ത് കിട്ടിയാലും കുഴപ്പമില്ല. എന്ത് കിട്ടിയാലും വി ഡു ദിസ് ബിക്കോസ് ഈ ഒരു സ്നേഹമാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രസ് ചെയ്യണത്. അപ്പൊ ബിന്ദുമ്മ അങ്ങനെ ഇപ്പോഴും ആ ഒരു സേവനം, സിൻസിയർലി റിലൻറ്റ്ലെസ് സർവീസ്, അത് അൺകണ്ടീഷണൽ ലവ്, അതെങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ എനിക്കറിയത്തില്ല. ഐ വുഡ് സേ ബിന്ദു ഈസ് ലവ് പെർസോണിഫൈഡ്. അത്രയും സ്നേഹമുണ്ട്. അതല്ലെങ്കിൽ അവിടെ ഈ 320 മക്കള്, മനോരോഗികള്, തലയ്ക്ക് വെളിവില്ലാത്തതുങ്ങള് അത്രയും സന്തോഷത്തോടെ അവിടെ ജീവിക്കത്തില്ല. ഇനി മൂന്നാമത് എൻ്റെ സ്വന്തം ഭാര്യ സ്നേഹ. പേര് പോലെ തന്നെ
ഇപ്പം ഞാൻ സ്നേഹയെക്കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് എന്ന നിലയിലും അല്ല ഞാൻ പറയുന്നത്. ഐ സേ ഇറ്റ് വെരി ഒബ്ജക്റ്റീവ്ലി. ഞാൻ പറഞ്ഞില്ലേ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ സക്സസ്ഫുൾ വുമൺ. സ്നേഹം എടുക്കുന്ന ഒരു സ്ട്രീം. ഇപ്പോൾ 43 വയസ്സുണ്ട്. ഈ 43 വയസ്സിൽ വീട്ടിലെ സകല ഉത്തരവാദിത്വവും. ഇപ്പോൾ ഒന്നുമല്ല, കഴിഞ്ഞ 16 വർഷം ഭക്ഷണം ഉണ്ടാക്കി തന്ന കാര്യം മാത്രം ഞാൻ ഓർത്താൽ മതി. ഞാൻ ഇന്ന് വരെ എൻ്റെ കല്യാണത്തിന് ശേഷം ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ 16 വർഷം ഞാൻ ഭക്ഷിച്ചു. അതിനു മുമ്പ് അമ്മയുണ്ടായിരുന്നു. അതിനു മുമ്പ് തന്നെ ഞാൻ സെമിനാറിലൊക്കെ പോയിരുന്ന സമയത്ത് അവിടെ. പക്ഷെ എൻ്റെ 58 വയസ്സിൽ ഞാൻ ഉണ്ടാക്കി കഴിച്ച ഭക്ഷണം അധികമില്ല. അപ്പൊ ഞാൻ എത്രയോ ആദരവോടുകൂടി എൻ്റെ ജീവൻ നിലനിർത്തി തന്ന ഈ അമ്മയെയും ഈ ഭാര്യയെയും ഒക്കെ എന്തുമാത്രം വാത്സല്യത്തോടെ അല്ലെ എന്തുമാത്രം നന്ദിയോടെ കണ്ടാൽ ഇതിന് പ്രതിനന്ദിയാകുക. ഇത് ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുണ്ടോ? അങ്ങനെ എല്ലാ ദിവസവും എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. പക്ഷെ എക്സ്പ്രസ് ചെയ്യണമെന്നില്ലേലും ഈ ലോകത്ത് ഏറ്റവും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം. ഇനി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു ഭാര്യ എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക് ആ 3 ഉത്തരവാദിത്തം തീർത്താൽ മതി. പക്ഷെ നേരം പുലരുന്നത് മുതൽ പാതിരാത്രി വരെ 196 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. എന്റെ കുഞ്ഞുമോളെ പ്രസവിച്ച് കിടക്കുന്ന സമയം, മിന്നുനെ ജസാമോളെ പ്രസവിച്ച് കിടക്കുന്ന സമയം സ്നേഹ, അന്ന് തൊട്ടില് കൈക്കുഞ്ഞുങ്ങൾ 6 7 ഉണ്ട്. എന്റെ ജസായിക്ക് അമ്മിഞ്ഞ കൊടുക്കുന്ന സ്നേഹ അന്ന് ശ്രേയസ് ഫൗണ്ട്ലി ഹോമിലുണ്ടായിരുന്ന എല്ലാവർക്കും അമ്മിഞ്ഞു കൊടുക്കുക. എന്റെ മോൾ 8ാം മാസം മുലകുടി നിർത്തി. വലിച്ച കിട്ടണ്ടേ? ഒരു സ്ത്രീയുടെ മഹത്വം. ഇപ്പോ സ്നേഹ എന്താ പറയാ, ഈ ചുറ്റുവട്ടത്തിൽ മാത്രം അറിയപ്പെടുന്നുള്ളൂ. അതിൽ മദറാഞ്ചേരി ഫൗണ്ടേഷനിൽ വന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും സ്നേഹമായിരുന്നറിയാം. ലോകത്ത് സ്നേഹമായിരുന്ന ആർക്കും അറിയത്തില്ല. പക്ഷെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹം ഈ മൈലക്കൊമ്പ് എന്ന കുഗ്രാമത്തിൽ ഈ ചെറിയ സാഹചര്യത്തില് ആ സ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നതുകൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ മദറാഞ്ചേരി ഫൗണ്ടേഷനിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളും ഇത്ര അർത്ഥവത്തായിട്ട് ജീവിക്കുന്നത്. ഇപ്പോ ഇടുക്കി ജില്ലയിലാണെങ്കിലും കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും ഈ 4 ഹോമുകള്, ഈ 196 കുഞ്ഞുങ്ങള് എത്ര ഭാഗ്യപ്പെട്ടവർ ജീവിക്കുക. അതിന്റെ പുറകിലുള്ള ഒരു ചൈതന്യം. ഇപ്പോ സ്നേഹ ആരാണെന്ന് ചോദിച്ചാൽ ഷീസ് ദി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് മദറാഞ്ചേരി ഫൗണ്ടേഷൻ. സാധാരണ അഡ്മിനിസ്ട്രേറ്റർ ചുമ്മാ ഇങ്ങനെ കസേരയിൽ ഇരുന്നാൽ മതി. പക്ഷെ സ്നേഹ നേരം വെളുക്കണ പോലെ വൈകുന്നേരം വരെ ചിലപ്പോൾ അടുക്കളയിലായിരിക്കും, ചിലപ്പോൾ കുഞ്ഞുമാകളുടെ കൂടെ ആയിരിക്കും, ചിലപ്പോൾ പിള്ളേരുടെ കൂടെ ആയിരിക്കും. കസേരയിൽ ഇരിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഈ കസേരയിൽ ഇരിപ്പല്ല ഈ സ്ത്രീത്വത്തിന്റെ പൂർണ്ണത. സ്ത്രീത്വത്തിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ wherever there is a need, be there. അതാകാനുള്ള ഒരു സന്മനസ്സുള്ള ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ കരുത്തും ബലവും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ സേവനത്തിന്റെ കരുത്തും ബലവും. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനിപ്പോ പറഞ്ഞ എൻ്റെ അമ്മയാണെങ്കിലും ബിന്ദുമ്മയാണെങ്കിലും സ്നേഹമ്മയാണെങ്കിലും they're all beyond words, really. നമുക്ക് ഒരു യുഗം മുഴുവൻ പറയാനുള്ള അനുഭവങ്ങളുണ്ട് ഇവരുടെ ഒക്കെ കൂടെ. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തത്തിന് ബാഹുല്യമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്നെ പകുതി സമയത്ത് എന്നെ കാണാറില്ല, കിട്ടാറില്ല സ്നേഹയ്ക്ക്. പക്ഷെ ഞാൻ എടുക്കേണ്ട ഭാരവും കൂടി സ്നേഹ വളരെ ലാഘവത്തോടുകൂടി വഹിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ കളികളെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നത്. എനിക്ക് എന്റേതായ 100 കൂട്ടം ഉത്തരവാദിത്തം കൊണ്ട് ഞാൻ അതിന്റെ പുറകെ പോകും. ചിലപ്പോൾ ദിവസങ്ങളോളം വീട്ടിൽ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ എനിക്കറിയാം എൻ്റെ അസാന്നിധ്യത്തിലും എൻ്റെ സാന്നിധ്യം ഉള്ളതുപോലെ തന്നെ കാര്യഗൗരവത്തോടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനുള്ള ശേഷി സ്നേഹയുടെ സ്വന്തം കഴിവാണല്ല, അതും തമ്പുരാന്റെ ഒരു വലിയ കൃപയാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു മടുപ്പില്ലാതെ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ട് പോകും. ബട്ട് ഷീ ഈസ് ഹാപ്പി ടു ഡു വാട്ട് ഷീ ഈസ് ഡൂയിങ്. ഷീ ഈസ് വെരി ഹാപ്പി ടു ഡു ദ തിങ്സ് ദാറ്റ് ഷീ ഈസ് ഡൂയിങ്. ഇനി എൻ്റെ കുഞ്ഞുമോള് ഇപ്പൊ പറഞ്ഞ പോലെ കുഞ്ഞുമോളും 2 ആൺമക്കളും ഉണ്ട്. കുഞ്ഞുമോള് ജസ, അവളുടെ ഒരു കളിച്ചിരിയും അവളുടെ ഒരു ലാളിത്യവും അവളുടെ ഒരു സ്നേഹവും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പൊ അവളുടെ കയ്യിലൊരു മിഠായി കിട്ടിയാൽ അവൾ ഉടനെ ശ്രേയസിലേക്ക് ഓടും. അവിടെ 23 പേരുണ്ട്. അല്ലെങ്കിൽ അവളുടെ പ്രായപരിധിയിൽ ഇപ്പൊ ഒരു 26 കുഞ്ഞുങ്ങളുണ്ട്. ഒരു 10 വയസ്സിന് താഴേക്ക് 6 വയസ്സിന് മുകളിൽ 26 27 പെൺകുട്ടികളുണ്ട്.
എൻ്റെ സന്തോഷം എന്നാ വെച്ചാൽ, മോളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ സന്തോഷം എന്നാ വെച്ചാൽ, അവരിൽ നിന്ന് വ്യത്യസ്തയായിരിക്കാൻ അവളും ആഗ്രഹിക്കുന്ന പോലെ ഞാൻ കാണുന്നില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ മകളാണ്. എൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്താണ്? ഈ സ്വാർത്ഥത എന്നൊരു സംഗതി ഇല്ലാതെ, അല്ലെങ്കിൽ ഞാൻ അവളുടെ സ്പെഷ്യൽ അപ്പനാണെന്നുള്ളൊരു കരുതൽ അവള് അങ്ങനെ ഒരു ചിന്ത പോലും അവൾ കാണിക്കാതെ, ഞാൻ എല്ലാ കുഞ്ഞുങ്ങളോടും കാണിക്കുന്ന വാത്സല്യത്തില് ഭാഗഭാക്കാനും പങ്കാളിത്തം ഉണ്ടാകാനും അവളും കൂടെ നിൽക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, 86 വയസ്സുള്ള അമ്മയുണ്ട്, ഏതാണ്ട് 50 കഴിഞ്ഞ എൻ്റെ പെങ്ങളുണ്ട് ബിന്ദു, 43 എൻ്റെ ഭാര്യ സ്നേഹയുണ്ട്, 10 വയസ്സുള്ള എൻ്റെ പെൺകുഞ്ഞ് എൻ്റെ സ്വന്തം മോളുണ്ട്. വനിതാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇവരെ പോലെയൊക്കെ ഒത്തിരി വനിതകൾ ഈ ലോകത്തുണ്ടെങ്കിൽ ദിസ് വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ് ടു ലിവ് ഇൻ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എത്രമാത്രം നിസ്വാർത്ഥതയോടുകൂടി ലോകത്ത് വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യാതെ സ്വന്തം ജീവിതം അന്യർക്ക് വേണ്ടി പതുക്കെ 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 ലാളിത്യത്തോടെ സ്നേഹത്തോടെ അങ്ങ് ലയിപ്പിച്ച് കളയാൻ, എന്നാ പറയുന്നത്, ഇറ്റ് ഷുഡ് ബി എ ഫ്രീ ഗിഫ്റ്റ് ടു അതേഴ്സ്. അപ്പൊ ആ ഫ്രീ ഗിഫ്റ്റായിട്ട് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ തിരിച്ച് എന്ത് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയില്ലാതെ, ഞാൻ പറയല്ലോ, സ്നേഹമൊക്കെ എടുക്കുന്ന സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ, എന്നാലും ഇപ്പൊ നമ്മുടെ അടുത്ത് കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ, ഞാനിപ്പോ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തി പറയല്ല, ദാറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ് ദേ കം ഫ്രം. ഇങ്ങോട്ട് വാ മോളെ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകണത് നമുക്കുള്ളൂ. കാരണം അവരതേ ശീലിച്ചിട്ടുള്ളൂ, അവരതേ പഠിച്ചിട്ടുള്ളൂ. അച്ഛൻ എന്തെന്നോ അമ്മ എന്തെന്നോ അവർക്ക് ഇറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ ദെയർ എക്സ്പീരിയൻസ്. അതല്ലെങ്കിൽ ഒരു ചീത്ത അപ്പനെയും ഒരു ചീത്ത അമ്മയും മാത്രം കണ്ടു വളർന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഇവിടെ കിട്ടുക. അപ്പൊ അവരോട് ഇത് അത് നല്ലതല്ല മോളെ എന്ന് പറഞ്ഞാൽ നല്ലതായത് എന്താന്ന് അവർക്ക് അറിയത്തില്ല, നല്ലതല്ലാത്തേ അവർ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ നല്ലതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ടീഡിയസ് ജോബ്. പക്ഷെ നിരന്തരമായ പരിശ്രമത്തിലൂടെ, നിരന്തരമായ സ്നേഹത്തിലൂടെ, പാരമായ ക്ഷമയിലൂടെ, ഒരു തെറ്റ് 100 പ്രാവശ്യം ചെയ്താലും 101ാമത്തെ പ്രാവശ്യം ക്ഷമിക്കുമ്പോഴാണ് ഒരു പക്ഷേ അവർക്കൊരു തിരിച്ചറിവുണ്ടാകും. then they come back. അവരൊരു ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം. ഇപ്പൊ ഒരു കൊച്ചു വന്നാല് അങ്ങനെ 100 അനുഭവങ്ങൾ പറയാനുണ്ട്, 100 അനുഭവം. ഒരുപാട് ഇമോഷണൽ ടച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ജോഷ് സാറിന്റെ ഞാൻ കേട്ടു. ഒത്തിരി സങ്കടം തോന്നി ഓരോ കുഞ്ഞുമക്കളുടെയും കഥ കേട്ടപ്പോ. അതോടൊപ്പം തന്നെ ജോഷി സാർ പറഞ്ഞ മറ്റു കാര്യങ്ങളുണ്ട്. വലിയൊരു ബാക്ക് ബോൺ, അമ്മച്ചി, സഹോദരി, അതേപോലെ തന്നെ ഭാര്യ, മകള്. അപ്പോ ഇത്രയും വലിയ ഒരു ബാക്ക് ബോൺ ജോഷ് സാറിന് ഉള്ളപ്പോ അവരോടൊക്കെ ജോഷി സാറ് എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് ഒരു താങ്ക് യു പറഞ്ഞിട്ടുണ്ടോ? സത്യം പറയാം മോളെ, ഉള്ള ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം. അങ്ങനെ വാക്കുകൊണ്ട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു പക്ഷേ ഐ കുഡ് ഹാവ് ബീൻ മച്ച് മോർ എക്സ്പ്രസീവ് ടു ഓൾ ഫോർ ഓഫ് ദം. കാരണം അവരെന്റെ ജീവിതത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ ഓർത്താൽ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഐ കുഡ് ബി മച്ച് മോർ ഗ്രേറ്റ്ഫുൾ ടു ദം, അല്ലെങ്കിൽ താങ്ക്ഫുൾ ടു ദം. തീർച്ചയായിട്ടും അവിടെ എനിക്ക് ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരു നല്ല പുരുഷനാകാൻ കുറച്ചുകൂടി എനിക്ക് കഴിയുമായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. ബട്ട് ഇപ്പൊ ഈ 4 പേരെ സംബന്ധിച്ചു, ഇപ്പൊ സ്നേഹ, എന്താ പറയാ, there is a chemistry between both of us. എന്റെ ജീവിതാവസാനം വരെ ഞാൻ സ്നേഹയോട് ഒരു താങ്ക്സും പറഞ്ഞില്ലേലും she loves me more than herself. അതാണ് എന്റെ ശക്തി, അതാണ് എന്റെ ബലം. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയണു, കുറച്ചുകൂടി ഐ കുഡ് ബി, എന്താ പറയാ, ഒരു നല്ല ഭർത്താവ് എന്ന നിലയിൽ കുറച്ചുകൂടി. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും എന്റെ ജീവിതം കൊണ്ട് ഞാൻ സ്നേഹനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, എല്ലാ അർത്ഥത്തിലും. അത് ഷീ നോസ് ദാറ്റ് ഓൾസോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഞങ്ങളുടെയൊക്കെ പരിമിതികളുണ്ട്. ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിൽക്കുന്ന, ഇപ്പൊ വേറൊരു ഭർത്താവ് ഒരു ഭാര്യയും പോലെ ഒരിക്കലും അല്ല ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാല്. ഇപ്പൊ സത്യം പറയട്ടെ, 16 വർഷത്തിനുള്ളില് സ്നേഹം കൊണ്ട് ഞങ്ങൾക്കൊരു ഹോളിഡേ ഉണ്ടായിട്ടില്ല. മധുവിധു ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. കാരണം ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അതുപോലെയായിരുന്നു. ഇപ്പൊ ഞാൻ സ്നേഹം കൊണ്ട് എവിടം വരെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഒരു പ്രാവശ്യം പോയി ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട്.
അതല്ലെങ്കിൽ ആകെ ഞങ്ങളുടെ തമ്മിൽ ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ സ്നേഹയുടെ വീട്ടിൽ കിടക്കാൻ പോകും, തിരിച്ചു വരും. സോ ഐ കുഡ് ഹാവ് ബീൻ മച്ച് മോർ എന്നാ പറയാ, ഒരു ഹോളിഡേ എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും. പക്ഷെ അതൊന്നും പിന്നെ അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്നേഹ ഈസ് ഓൾസോ ഓഫ് മൈ ടൈപ്പ്. ഇന്ന എടുത്ത് പോകണം, ഇന്ന ആസ്വാദനം വേണം, ഇന്ന അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല. അതെങ്ങനെ ഇങ്ങനെ ഇത്രയും ഒരു എന്നാ പറയാ, ഇത്രയും യോജിപ്പോടുകൂടി രണ്ടുപേരുടെയും ചിന്താഗതികൾ ഈ സേവന മേഖലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരേപോലെ ചിന്തിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാ പറയുന്നത്, ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നതിന് മുമ്പ് സ്നേഹ ആ കാര്യം മരത്തേക്കാം. അതുപോലെ ഒരു സിൻക്രണൈസിങ് ലവ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് us. ഇനിയൊരു നല്ല ഭർത്താവ് എന്ന നിലയിൽ, ഒരു നല്ല പുരുഷൻ എന്ന നിലയിൽ ഭാവിയിൽ ഐ കുഡ് ബി മച്ച് മോർ അഫെക്ഷനേറ്റ് ടു ഹർ. കുറച്ചുകൂടി ഇപ്പൊ ഈ വനിതാ ദിനം തീർച്ചയായിട്ടും അതിനൊരു ഇറ്റ്സ് എ പോയിന്റ് ടു മീ. അതിപ്പോ സ്നേഹയോട് മാത്രമല്ല, അമ്മച്ചിയോടാണെങ്കിലും ബിന്ദുമ്മയുടെ ആണെങ്കിലും എൻ്റെ മോളോടാണെങ്കിലും. ഈ 196 പിള്ളേരുള്ളതുകൊണ്ട് they take most of their time അല്ലേ, നാച്ചുറൽ ആണ്. ഇപ്പോ എനിക്കിപ്പോ ഈ ശുശ്രൂഷ മേഖല ഇല്ലെങ്കിൽ എൻ്റെ എന്തോരം സമയം എൻ്റെ 3 മക്കൾക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റും. ഹാർഡ്ലി ഐ ഡു ദാറ്റ്. എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു സമയം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ സ്കൂളിൽ പോണവരെ ചിലപ്പോൾ അവരുടെ കൂടെ ഇല്ല. രാത്രി ചിലപ്പോൾ അവർ കിടന്നുറങ്ങി കഴിയുമ്പോഴേക്കും ഞാൻ വീട്ടിൽ കയറി വരും. അങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങളുണ്ട്. അപ്പോ ഇന്നത്തെ സീരീസ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയ വലിയൊരു സന്ദേശമുണ്ട്. ഒത്തിരിയേറെ അമ്മമാര് സ്നേഹാമ്മയെ പോലെ അല്ലെങ്കിൽ ഒടക്കിലെ അമ്മച്ചിയെ പോലെ അതേപോലെ ബിന്ദു അമ്മയെ പോലെ ആണെങ്കിൽ നമ്മുടെ ഈ ലോകം എത്ര മനോഹരമായിരിക്കും എന്നാണ് ജോഷി സാർ നമുക്ക് തന്ന ഏറ്റവും വലിയ സന്ദേശം. ഈ സന്ദേശത്തിന് ഞങ്ങള് ജോഷി സാറിന്റെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അതേപോലെ തന്നെ ഈ 196 മക്കളെ ഒന്നിച്ച് ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു തള്ളക്കോഴി ചിറകിൻ കീഴിൽ കാത്തു പരിപാലിക്കുന്നത് പോലെ തന്നെ പരിപാലിക്കുന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. അതേപോലെ ആ കുടുംബം നൽകുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. നമ്മള് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളിലുള്ള സ്നേഹം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് കുഞ്ഞ് ജസ് തനിക്ക് കിട്ടുന്ന സ്നേഹം മറ്റ് 196 പിള്ളേരിലേക്ക് പങ്കുവെക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ഓരോരുത്തരെയും കുഞ്ഞുമക്കള് നല്ല നാളെയുടെ വാഗ്ദാനമായി ഇതുപോലെ വളരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഈ ടോക്ക് ഷോയിൽ പങ്കെടുത്തതിന് ജോഷി സാറിന് ഒത്തിരി നന്ദി. ദൈവാനുഗ്രഹം എപ്പോഴും കുടുംബത്തോടൊപ്പം ഉണ്ടാകട്ടെ. ഇനി ഒരിക്കൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം കുടുംബത്തോടൊപ്പം നമുക്കൊരു ടോക്ക് ഷോ പ്ലാൻ ചെയ്യാം. സന്തോഷം.